പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ CPIM മുതിർന്ന നേതാവ് ജി സുധാകരൻ 63 വർഷത്തിനു ശേഷമാണ് ജി സുധാകരൻ മെമ്പർഷിപ്പ് ഇല്ലാതിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി അടക്കം നേരിട്ട് കണ്ടിട്ടും സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറായില്ല. CPIM ജില്ലാ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷക ബ്രാഞ്ചിലെ അംഗമാണ് ജി സുധാകരൻ. ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ചുമതലയുള്ള ബ്രാഞ്ചിലാണ് സുധാകരൻ അംഗമായിരുന്നത്. സുധാകരൻ ഒഴികെയുള്ള 18 അംഗങ്ങളിൽ 17 പേരും ജില്ലാ കമ്മിറ്റിക്ക് അംഗത്വം പൂരിപ്പിച്ചു നൽകി. കണ്ണൂരിലെ CPM സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തിയും എതിർപ്പും. മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്കുള്ള മാറ്റത്തിൽ KK ശൈലജ തൃപ്തിയല്ല. MV ഗോവിന്ദന് പകരം ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തീരുമാനത്തിനെതിരെ വിമർശനം ഉയരുകയാണ്. 2006-ൽ ശൈലജ ജയിച്ചു കയറിയ സീറ്റാണ് പേരാവൂരെങ്കിലും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് എന്ന് കരുതപ്പെടുന്ന മണ്ഡലമാണ് പേരാവൂർ. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷം നേടിയ മട്ടന്നൂരിൽ ഇത്തവണ വ്യവസ്ഥ പറഞ്ഞ് ശൈലജയുടെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് വെട്ടിമാറ്റിയിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇത് വിവാദമാകുമെന്ന് ഭയന്ന് ശൈലജയുടെ പേര് പരിഗണിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് അച്ഛനും മകനും മരണപ്പെട്ട സംഭവത്തിൽ വൈദ്യുതി വേലി നിർമ്മിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ എന്ന് KSEB ഉദ്യോഗസ്ഥർ. കൊച്ചുണ്ണി, മകൻ അഖിൽ കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കിളിമാനൂർ ചെങ്കിക്കുന്നിലാണ് സംഭവം. പുരയിടത്തിലേക്ക് മരത്തൂണുകൾ നാട്ടി വൈദ്യുത വേലി നിർമ്മിച്ചത് KSEB അനുമതിയില്ലാതെയാണെന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. നാരായണൻ പൊറ്റിയുടെ ഉടമസ്ഥതയിലുള്ള വയൽ പുരയിടത്തിലെ ചാലിൽ കാര്യസ്ഥൻ ഗോപാലനാണ് ചൊവ്വാഴ്ച രാവിലെ മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. വാഴ, മരച്ചീനി എന്നിവ കൃഷി ചെയ്തിരുന്ന ഇവിടെ പന്നിശല്യം രൂക്ഷമായതിനാൽ കാലങ്ങളായി വൈദ്യുതി വേലിയുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇന്നലെ വൈകിട്ട് 1,22,920 രൂപയായിരുന്നു പവന് വില. എന്നാൽ ഇന്ന് രാവിലെ 1,20,640 രൂപയായി കുറഞ്ഞു. 2,280 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ഗ്രാമിന് 285 രൂപ കുറഞ്ഞു. ഇന്നലെ രാവിലെ 1,24,680 രൂപയായിരുന്നു പവന് വില. 24 മണിക്കൂറിൽ 4,040 രൂപയുടെ കുറവുണ്ടായി. ആഗോളതലത്തിൽ പെട്രോൾ, ഡീസൽ വിലകൾ ഉയരാനും കാരണമായേക്കും. ഇന്ത്യയിലടക്കം കുറച്ചു ദിവസങ്ങളിലായി പെട്രോൾ, ഡീസൽ വില ഏറിയും കുറഞ്ഞും വരികയായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ലഭിച്ചാൽ സ്വീകരിക്കുമെന്ന് MV ഗോപിനാഥ്. ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് താനെന്നും അങ്ങനെ ഒരു അവസരം വന്നാൽ അത് ഭാഗ്യമായി കരുതുമെന്നും AV ഗോപിനാഥ്. മുഖ്യമന്ത്രിയോട് താൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാർ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പാലക്കാട് വന്നപ്പോൾ AV ഗോപിനാഥുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയങ്ങൾ ചർച്ചയായില്ല എന്നാണ് AV ഗോപിനാഥ് പറയുന്നത്.